ഹായ് ഫ്രണ്ട്സ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആർക്കി ബാക്ടീരിയ എന്ന ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ. ആർക്കി ബാക്ടീരിയാസിൻ്റെ വ്യത്യസ്ത ക്യാരക്ടേഴ്സും അതിലെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇന്ന് നമ്മൾ യു ബാക്ടീരിയ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ബാക്ടീരിയയുടെ സെല്ലിനെ കുറിച്ചാണ്, ബാക്ടീരിയൽ സെല്ലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്ടീരിയൽ സെല്ല്, ഒരു ടിപ്പിക്കൽ ബാക്ടീരിയൽ സെല്ല് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ എന്തൊക്കെയാണുള്ളത്? നമ്മൾ സാധാരണ ഒരു പ്ലാന്റ് സെല്ല് അല്ലെങ്കിൽ ഒരു അനിമൽ സെല്ലൊക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാറുള്ളത്? പ്ലാന്റ് സെല്ലാണെങ്കിൽ സെൽ വാൾ ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ബാക്ടീരിയൻ്റെ കേസിലും എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. പിന്നെ അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലേ, അതിവിടെ ഉണ്ടാവും. ഇനി ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ഈ സെൽ വാളിൻ്റെ പുറത്ത് ഒരു കവറിങ് ഉണ്ടാവും. പുറത്തുള്ള കവറിങ്ങിന് നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് പറയുക. അത് ലൂസ് ആണെങ്കിൽ അതിനെ സ്ലൈം ലെയർ എന്നും, അതല്ല ടൈറ്റ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ടഫായിട്ടുള്ള കവറിങ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്യാപ്സ്യൂൾ എന്നുമാണ് പറയുക. ഇനി സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ബോഡീസ് ഉണ്ട് അല്ലേ. അതായത് ഗോൾജി ബോഡീസ്, മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെൽ ഓർഗനൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? യൂകാരിയോട്ടിക് സെല്ലിൽ കാണാൻ പറ്റും. എന്നാൽ അത്തരം മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? ബാക്ടീരിയൻ്റെ കേസിൽ കാണാൻ പറ്റില്ല. അതെല്ലാം ആബ്സെൻ്റ് ആയിരിക്കും അല്ലേ. പിന്നെ ബാക്ടീരിയയിൽ നമുക്ക് പിലി, ഫിംബ്രിയെ, അതുപോലെ ഫ്ലജല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഔട്ട് ഗ്രോത്ത്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ബാക്ടീരിയൽ സെല്ലിനെ യൂകാരിയോട്ടിക് സെല്ലിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ബാക്ടീരിയൽ സെല്ലിൽ കാണപ്പെടുന്നത്, ബാക്ടീരിയൽ സെല്ലിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. സെല്ലിനെ കുറിച്ചും സെൽ ഓർഗനൈസേഷനെ കുറിച്ച് മാത്രം നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്. എങ്കിലും നമുക്ക് ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലിനെ നോക്കാം അല്ലേ. ഇതാണ് ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ പിക്ചർ. ഇനി അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിൽ പ്രധാനമായിട്ടും ഏറ്റവും പുറത്തുള്ള കോട്ടിങ്ങിനെയാണ് നമ്മൾ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് നമ്മൾ ഏറ്റവും പുറത്തുള്ള കോട്ടിങ്ങിനെ പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയാൽ കാണുന്നതാണ് സെൽവാൾ. ഗ്ലൈക്കോ കാലിക്സിൻ്റെ ഉള്ളിലുള്ളതാണ് സെൽവാൾ. ഇനി അതിൻ്റെയും ഉള്ളിൽ, സെൽവാളിൻ്റെയും ഉള്ളിലുള്ള നമ്മൾ സാധാരണ പ്ലാന്റ് സെല്ലിലൊക്കെ ഉള്ളതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും അല്ലേ. പിന്നെ ബാക്ടീരിയൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിന് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാം. ബാക്ടീരിയൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിന്, അതായത് ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയോയിഡ് എന്നാണ് പറയാം. ബാക്ടീരിയൽ സെല്ലിൻ്റെ ന്യൂക്ലിയോയിഡും മറ്റേതിൻ്റെ, അതായത് യൂകാരിയോട്ടിക് സെല്ലിൻ്റെ ന്യൂക്ലിയസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ന്യൂക്ലിയോയിഡ് ആണെങ്കിൽ, അതായത് പ്രോകാരിയോട്ടിക് സെല്ലായിട്ടുള്ള ബാക്ടീരിയയിലുള്ള ന്യൂക്ലിയോയിഡ് ആണെങ്കിൽ അതിന് എൻവലപ്പ് ഉണ്ടാവില്ല, സെല്ലുലാർ എൻവലപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ട്രൂ ന്യൂക്ലിയസ് അല്ല എന്നാണ് നമ്മൾ പറയാം. ട്രൂ ന്യൂക്ലിയസ് അല്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ ബാക്ടീരിയൽ സെല്ലിലുള്ള ന്യൂക്ലിയർ മെറ്റീരിയൽ അല്ലെങ്കിൽ DNA അല്ലെങ്കിൽ ക്രോമസോംസ് ഒക്കെ സൈറ്റോപ്ലാസത്തിൽ നിന്നും ഒരു ഡിസ്റ്റിങ്ഷൻ അതിനുണ്ടാവില്ല അല്ലേ. ന്യൂക്ലിയർ എൻവലപ്പ് എന്നുള്ള ഒരു എൻവലപ്പ് പോയത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. സെപ്പറേറ്റ് ചെയ്യാതെ തന്നെയാണ് കാണപ്പെടുക. ഇനി പ്ലാസ്മിഡ്സ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ DNA കൂടി എവിടെ ഉണ്ടാവും? ബാക്ടീരിയൻ്റെ കേസിലുണ്ടാവും. പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, അതായത് ന്യൂക്ലിയോയിഡ് ആണ് ജനറ്റിക് മെറ്റീരിയൽ. മെയിൻ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ കേസിൽ ന്യൂക്ലിയോയിഡ് ആണ്. ന്യൂക്ലിയോയിഡിൻ്റെ അല്ലെങ്കിൽ DNAയുടെ സർക്കുലർ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ DNA മെറ്റീരിയൽ കൂടി, അല്ലെങ്കിൽ എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ കൂടി നമുക്ക് ബാക്ടീരിയൻ്റെ കേസിൽ കാണാൻ പറ്റും. സർക്കുലർ ആയിട്ടാണ് അത് ഉണ്ടാവുക. അതിനാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് പറയാം. പിന്നെ മീസോസോംസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഇത് സെപ്പറേറ്റ് സ്ട്രക്ചർ, അതായത് സെൽ ഓർഗനൽസ് അല്ല. പിന്നെന്താണ്? ബാക്ടീരിയയുടെ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലേക്കുള്ള ഇൻവേർഡ് ഫോൾഡിങ്സിനാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലേക്കുള്ള ഫോൾഡിങ്സ് നമ്മൾ പിക്ചറിൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. മീസോസോമിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ റൈബോസോംസ് ഉണ്ട്, പിന്നെ ഫ്ലജല്ലയും പിലി ആൻഡ് ഫിംബ്രിയെ. ഇത്രയുമാണ് ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. ഗ്ലൈക്കോ കാലിക്സ്, അതായത് ഏറ്റവും പുറത്തുള്ള കവറിംഗ് ആണ് ഗ്ലൈക്കോ കാലിക്സ് അല്ലേ. ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ. ഏറ്റവും പുറത്തുള്ളതാണ് ഗ്ലൈക്കോ കാലിക്സ്. നോൺ സെല്ലുലോസിക് പോളിസാക്കറൈഡ് ആണ്, വിത്ത് ഓർ വിത്തൗട്ട് പ്രോട്ടീൻസ്. നോൺ സെല്ലുലോസ് ഉപയോഗിച്ചിട്ടല്ലാത്ത ഉണ്ടാക്കിയിട്ടുള്ള പോളിസാക്കറൈഡ് അല്ലേ. നോൺ സെല്ലുലോസിക് പോളിസാക്കറൈഡ് ആണ്. പ്രോട്ടീൻ ഉണ്ടാവാം, പ്രോട്ടീൻ ഇല്ലാതിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് എ ലൂസ് കവറിംഗ് ഇറ്റ് ഈസ് കാൾഡ് സ്ലൈം ലെയർ.
അതായത് ടൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടഫായിട്ടല്ല എങ്കിൽ ലൂസായിട്ടാണുള്ളതെങ്കിൽ അതിന് നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയും. ഇനി അതല്ല ടഫായിട്ടാണുള്ളതെങ്കിൽ ക്യാപ്സ്യൂൾ എന്നും പറയും അല്ലേ. ടഫായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള രീതിയിലാണുള്ളതെങ്കിൽ അതിന് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയും. ലൂസായ രീതിയിലാണ് ഈ ഗ്ലൈക്കോ കാലിക്സ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ സ്ലൈം ലെയർ എന്നും പറയും. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ. ഏറ്റവും പുറത്തുള്ളതായതുകൊണ്ട് ക്യാപ്സ്യൂളൊക്കെ ആ രീതിയിലാണ് ടഫായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷനാണ്. പുറത്തു നിന്നുള്ള എല്ലാ ഇതിൽ നിന്നും സംരക്ഷിച്ച് ബാക്ടീരിയൽ സെല്ലിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ കൂടി ക്യാപ്സ്യൂളിന് ഉണ്ടാവും അല്ലേ. ഇനി സ്ലൈം ലെയർ അതായത് ലൂസായിട്ട് കാണപ്പെടുകയാണെങ്കിൽ അത് ഒരു മ്യൂസിലേജിനസ് നേച്ചർ ഉണ്ടാവും. അതിന് മ്യൂസിലേജിനസ് നേച്ചർ കൂടി അതിനുണ്ടാവും അല്ലേ. ഇതാണ് ക്യാപ്സ്യൂള്, ഇതാണ് എന്ത് ക്യാപ്സ്യൂള്, അതുപോലെ ഇതാണ് സ്ലൈം ലെയർ അല്ലേ. നമ്മൾ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ലൂസായിട്ടും ഒന്ന് ടഫായ രീതിയിലുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഗ്ലൈക്കോ കാലിക്സ്, അതായത് ഏറ്റവും പുറത്തുള്ള ഭാഗം അല്ലേ. ദെൻ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് സെൽ വാളാണ് അല്ലേ. സെൽ വാൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിജിഡ് സോളിഡ് കവറിങ് പ്രൊട്ടക്ട്സ് ബേസ്റ്റിംഗ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. റിജിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സൊല്യൂഷൻസിനെ അതിൻ്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നും ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നും പറയാൻ പറ്റും. അതായത് നമ്മൾ ഓസ്മോസിസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഓസ്മോസിസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കറക്റ്റ് സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തിട്ട് ആ സൊല്യൂഷനുമായിട്ട് നമ്മൾ മറ്റൊരു സൊല്യൂഷനെ കമ്പയർ ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള സൊല്യൂഷനെ, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസിനെ, സെൽ കണ്ടൻറ്റിനെ നമ്മൾ മറ്റൊരു സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ ആ സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടുതലാണെങ്കിൽ, നല്ല സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്നാണ് പറയുക. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്താ പറയുക? ഹൈപ്പർ ടോണിക് അല്ലേ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്ന സെല്ലിൻ്റെ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സൊല്യൂഷനേക്കാളും കുറവാണ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എങ്കിൽ അതിന് നമ്മൾ ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ഹൈപ്പോടോണിക് സൊല്യൂഷൻ. സൊല്യൂട്ട് മോളിക്യൂൾസ് കൂടുതലുണ്ടെങ്കിൽ ഹൈപ്പർ ടോണിക് എന്നും, സൊല്യൂട്ട് മോളിക്യൂൾസ് കുറവാണെങ്കിൽ ഹൈപ്പോടോണിക് എന്നും. ഹൈപ്പോടോണിക്കിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് കുറവാണെന്ന് പറഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂൾസ് കൂടുതലായിരിക്കും അല്ലേ. സോൾവെന്റ് ഇവിടെ ആരാണ്? വാട്ടറായിട്ട്, എക്സാമ്പിൾ വാട്ടറായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി മറ്റൊരു സൊല്യൂഷനുമായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു സൊല്യൂഷനുമായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെമി പെർമിയബിൾ അല്ലേ. സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലൂടെ സൊല്യൂട്ട് മോളിക്യൂൾസിന് പോകാൻ പറ്റില്ല, പക്ഷേ സോൾവെന്റ് മോളിക്യൂൾസിന് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സെല്ലിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ഈ സെല്ലിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഹൈപ്പോടോണിക് ആണ് അല്ലേ. അതായത് ഇതിനേക്കാളും സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ഈ സൊല്യൂഷന്. നമ്മളെ സെല്ല് ഇതാണ്, ഇതെന്താണ്? എ എന്ന് പറയുന്ന സൊല്യൂഷനാണ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന സൊല്യൂഷനിൽ സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. നമ്മുടെ സെല്ലിലാണെങ്കിൽ വാട്ടറിൻ്റെ കണ്ടന്റ് കുറവാണ്, സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ കണ്ടന്റാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഇങ്ങോട്ട് വരും? വാട്ടർ നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യും. മനസ്സിലാവുണ്ടോ പറയുന്നത്? അതായത് ഓസ്മോസിസ് എന്നുള്ള പ്രക്രിയ വഴി അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഈ നമ്മുടെ സെല്ലിലേക്ക് ഹൈപ്പോടോണിക് സൊല്യൂഷനുമായിട്ടാണ് നമ്മുടെ സെല്ല് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ സൊല്യൂഷനിൽ നിന്നും നമ്മുടെ സെല്ലിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ വരും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിലോ, ഹൈപ്പർ ടോണിക്കിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിലോ, നമ്മുടെ സെല്ലിനായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിലോ, നമ്മുടെ സെല്ലിൽ ഈ സൊല്യൂഷനെ സംബന്ധിച്ച് ഈ സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സെല്ലിൽ എന്താണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് ആണ് അവിടെ കൂടുതൽ, സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ അല്ലേ. അപ്പോൾ സോൾവെൻറ്റ് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക, അങ്ങോട്ടാണ് മൂവ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ എന്താണ് ആദ്യത്തേതിൽ, അതായത് ഹൈപ്പോടോണിക് സൊല്യൂഷനുമായിട്ട് നമ്മുടെ സെല്ല് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സെല്ലിൽ നിന്ന് ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ നിന്ന് സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. കാരണം എന്താണ്? സെൽ എ എന്ന് പറയുന്ന സൊല്യൂഷനിലാണ്
കൂടുതലായിട്ട് എന്തുള്ളത് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഉള്ളത്, അല്ലെങ്കിൽ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ സോൾവെൻറ്റ് മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് സോൾവെൻറ്റ് മോളിക്യൂൾസ് വരും. ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സെല്ലിലേക്കാണ് വാട്ടർ വരുന്നതെങ്കിൽ സെല്ലിങ്ങനെ വീർത്ത് വരും അല്ലേ, ബൾജ് ചെയ്ത് വന്ന് ഇതിൻ്റെ പുറമേയുള്ള ബോഡി, അതായത് ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ വളരെ തിന്നാണെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഇങ്ങനെ കൂടുതൽ വാട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ സെല്ലിലുള്ളത് കൊണ്ട്, സെൽ അത്രയും റിജിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയതുകൊണ്ട് സെല്ല് എന്ത് ചെയ്യില്ല, ബ്രേക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ബേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ബേസ്റ്റ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഇട്ടാൽ പോലും വാട്ടർ എൻ്റർ ചെയ്തിട്ട് ബേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയുക എന്നുള്ള ഒരു ഫങ്ഷൻ കൂടി നമ്മളെ സെൽ വാൾ നിർവഹിക്കുന്നുണ്ട്. മനസ്സിലാകണ്ടോ പറയുന്നത്? നമ്മുടെ സെല്ലിനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഇട്ടാൽ അതിൽ നിന്നും വാട്ടർ നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്തിട്ട് വാട്ടർ ബ്രേക്ക് ചെയ്യാതെ അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഫങ്ഷൻ കൂടി നമ്മുടെ സെൽ വാൾ നിർവഹിക്കുന്നുണ്ട്. ഇനി പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സാധാരണ വലിയ ചെയിനാണ് അല്ലേ. ആ ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഒന്നാമത്തെ യൂണിറ്റ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീനും മറ്റേത് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും, അല്ലെങ്കിൽ NAG NAM എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ NAG അതുപോലെ NAM എന്ന് പറയുന്ന യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതാണ് സെൽ വാളിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. സെൽ വാൾ റിജിഡാണ്, സോളിഡാണ്, അതുപോലെ തന്നെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ സെല്ലിനെ പ്ലേസ് ചെയ്താൽ സെല്ല് ബേസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സെല്ലിനെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. പെപ്റ്റിഡോ ഗ്ലൈക്കാൻ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പോണൻസ് എന്ന് പറയുന്നത് NAGയും NAMുമാണ് അല്ലേ. എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീനും അതുപോലെ എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡുമാണ് അതിൻ്റെ കമ്പോണൻസ്. ഇതാണ് രണ്ടാമത്തെ കവറിങ്. അപ്പോൾ ആദ്യത്തെ കവറിങ് ഗ്ലൈക്കോ കാലിക്സ് ആണ്, രണ്ടാമത്തെ കവറിങ് ഏതാണ്? സെൽ വാളാണ് അല്ലേ. ഇനി അടുത്ത കവറിങ് ഏതാണെന്ന് നോക്കാം അല്ലേ. അടുത്ത കവറിങ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ സെമി പെർമിയബിൾ മെംബ്രെയിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. സൊല്യൂട്ടിനെ കടത്തി വിടുന്നില്ല, പിന്നെ സോൾവെന്റ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കടത്തി വിടുന്നുണ്ട്. അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ മാത്രമാണ് കടത്തി വിടുന്നതെങ്കിൽ അത്തരം മെംബ്രെയിനാണ് നമ്മൾ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയാം. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിഷൻ അനുവദിക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. അനുവാദം കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോയി സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ് ഇൻ ബാക്ടീരിയ. മെറ്റബോളിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു യൂക്കാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ അവിടെ ഗോൾഗി ബോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട് അല്ലേ. എന്നാൽ പ്രോകാരിയോട്ടിക് സെല്ലായിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിൽ ഈ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെയൊക്കെ നടക്കുന്ന പ്രോസസ്സ് ഈ ബാക്ടീരിയൽ സെല്ലിലും ഏകദേശം നടക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സംഭവങ്ങളൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പ്ലാസ്മ മെംബ്രെയിനിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അവിടെ എൻസൈംസ് ഉണ്ട്. നമ്മൾ മീസോസോം എന്നുള്ള ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. മീസോസോം എന്നുള്ള സ്ട്രക്ചർ എന്താണ് ശരിക്കും? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവേർഡ് ഫോൾഡിംഗ് ആണ് മീസോസോം. ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണെങ്കിൽ ഇതാണെന്ത്? മീസോസോം എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലേക്കുള്ള ഇൻവേർഡ് ഫോൾഡിങ് അല്ലേ. അതിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് റെസ്പിറേഷനൊക്കെ നടക്കുന്നത്. റെസ്പിറേറ്ററി എൻസൈം ഒക്കെ അവിടെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഏരിയ മെറ്റബോളിക്കലി ആക്റ്റീവാണ്. അവിടെ വെച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇറ്റ് ടേക്സ് പാർട്ട് ഇൻ റെസ്പിറേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സെൽ വാൾ കമ്പോണൻസ്. ഗോൾജി ബോഡീസ് ആണ് അതൊക്കെ. യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ കേസിലാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് ഗോൾജി ബോഡീസ് ആണ്. പക്ഷേ ബാക്ടീരിയൽ സെല്ലിൻ്റെ കേസിലാണെങ്കിൽ റെസ്പിറേഷൻ നടത്തുന്നതും അതുപോലെ സെൽ വാൾ കമ്പോണൻസ് ഉണ്ടാക്കുന്നതും ഒക്കെ ആരാണ്? പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ്. ഇനി സ്പേസ് ബിറ്റ്വീൻ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വാൾ ഈസ് കാൾഡ് പെരിപ്ലാസ്മിക് സ്പേസ്. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഏറ്റവും പുറത്ത് ഗ്ലൈക്കോ കാലിക്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് സെൽ വാൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ളത് അല്ലേ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെയും സെൽ വാളിൻ്റെയും ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഇതാണെന്ത്?
പ്ലാസ്മിക് സ്പേസ് അല്ലേ. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ വാളിൻ്റെയും അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള സ്പേസിനാണ് പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഇനി പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞു അല്ലേ. ഇനി ആരാണുള്ളത്? സെൻട്രലായിട്ട് ന്യൂക്ലിയോയിഡ് ഉണ്ട് അല്ലേ. ന്യൂക്ലിയോയിഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ആണ് ന്യൂക്ലിയോയിഡ്. കൺസിസ്റ്റ് ഓഫ് സിംഗിൾ സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് സൂപ്പർ കോയിൽഡ് DNA. ഇതാണ് നമ്മുടെ ന്യൂക്ലിയോയിഡ് അല്ലേ. ന്യൂക്ലിയോയിഡ് അതായത് ജനറ്റിക് മെറ്റീരിയൽ, മെയിൻ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയോയിഡ് ആണ്. ന്യൂക്ലിയോയിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ യൂക്കാരിയോട്ടിക് സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യൂക്കാരിയോട്ടിക് സെല്ലിൽ ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവും അല്ലേ. ക്രോമസോംസിന് ചുറ്റും അല്ലെങ്കിൽ DNA ചുറ്റുമൊക്കെ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും എന്തുണ്ട്? അവിടെ ജനറ്റിക് മെറ്റീരിയലിന് ചുറ്റും ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട് അല്ലേ. ഇവിടെ എൻവലപ്പ് ഇല്ല. പിന്നെന്താണ്? അത് സ്കാറ്റേർഡ് ഇൻ ദി സൈറ്റോപ്ലാസം അല്ലേ. സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ് ഉള്ളത്. അതിന് ചുറ്റും എന്തില്ല? ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ല. പിന്നെ സർക്കുലർ ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, സൂപ്പർ കോയിൽഡ് DNA ആണ് ഉള്ളത് അല്ലേ. ഇനി പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ DNA സ്ട്രാൻഡ്സ് തന്നെയാണ്, പക്ഷേ എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് നമ്മൾ പ്ലാസ്മിഡിനെ പറയാം. മെയിൻ ജനറ്റിക് മെറ്റീരിയൽ ആരാണ്? ന്യൂക്ലിയോയിഡ് ആണ്. എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആണ് പ്ലാസ്മിഡ്. സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ സെഗ്മെന്റ്സ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. അതിനാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഇഫ് ദേ ആർ ടെമ്പററി അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയോയിഡ് ദേ ആർ നോൺ ആസ് എപ്പിസോംസ്. അതായത് ഈ ന്യൂക്ലിയോയിഡുമായിട്ട് കണക്റ്റ് ആയിട്ട് ആണ് ഉള്ളതെങ്കിൽ, ന്യൂക്ലിയോയിഡുമായിട്ട് ടെമ്പറലി കണക്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് നമ്മൾ എപ്പിസോംസ് എന്നാണ് പറയുക. എപ്പിസോംസ് എന്നാണ് അതിനെ പറയുക. അല്ലാതെ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമ്മൾ പ്ലാസ്മിഡ്സ് എന്നും പറയും. അപ്പം ന്യൂക്ലിയോയിഡ് ആണ് മെയിൻ ജനറ്റിക് മെറ്റീരിയൽ. എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആരാണ്? പ്ലാസ്മിഡ്സ് ആണ് അല്ലേ. ഇനി വേറെ ആരാണുള്ളത്? സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്മ മെമ്പറിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് അല്ലേ, അതിനാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസ് അല്ലാത്ത മറ്റു സംഭവങ്ങളാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആബ്സെന്റ്. സൈറ്റോപ്ലാസത്തിൽ ഇവിടെ എന്തില്ല? മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇല്ല. ആരാണ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്? മൈറ്റോകോൺഡ്രിയ ഒരു മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലാണ്. അതുപോലെ ഗോൾജി ബോഡി ഒരു മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലാണ് അല്ലേ. ഇതൊന്നും എവിടെ കാണുന്നില്ല? നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൻ്റെ കേസിൽ കാണുന്നില്ല. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആൻഡ് സാപ്പ് വാക്യൂൾസ് ആബ്സെന്റ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സൈറ്റോപ്ലാസം ഒരു പ്രത്യേക തരം മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതിനാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുക. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് സൈറ്റോപ്ലാസം അല്ലേ. മൂവ്മെൻറ്റ് ഓഫ് സൈറ്റോപ്ലാസം, അതിനാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. ഈ മൂവ്മെൻറ്റ് ഓഫ് സൈറ്റോപ്ലാസവും എവിടെ കാണുന്നില്ല? ബാക്ടീരിയൽ സെല്ലിൻ്റെ കേസിൽ കാണുന്നില്ല. അതുപോലെ സാപ്പ് വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ വലിയ സാപ്പ് വാക്യൂൾസ് ഉണ്ടാവും. അതിൽ കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഉള്ള വാട്ടറൊക്കെ ഉള്ള ഒരു വലിയ വാക്യൂളിനാണ് നമ്മൾ സാപ്പ് വാക്യൂൾ എന്ന് പറയാം. ഈ സാപ്പ് വാക്യൂളും നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൻ്റെ കേസിൽ ഉണ്ടാവില്ല. പിന്നെ ഗ്യാസ് വാക്യൂൾസ് ഉണ്ട് അല്ലേ. ഗ്യാസ് വാക്യൂൾസ് പ്രസൻറ്റ്. ഇനി സൈറ്റോപ്ലാസത്തിൽ ഉള്ളത് ആരാണ്? മീസോസോംസ് ഉണ്ട്, അതുപോലെ റൈബോസോംസ് ഉണ്ട്, അതുപോലെ ക്രോമറ്റോഫോർസ് ഉണ്ട്. മീസോസോംസ് നമ്മൾ പറഞ്ഞു ഇൻവേർഡ് ഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിനാണ് മീസോസോംസ് എന്ന് പറയാം അല്ലേ. ഇൻവേർഡ് ഫോൾഡിങ്ങിനാണ് മീസോസോം എന്ന് പറയാം. ഫോംഡ് ഡ്യൂ ടു ഇൻവേർഡ് ഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് വെസൈക്കിൾസ്, ട്യൂബ്യൂൾസ് ആൻഡ് ലാമെല്ലെ. വെസൈക്കിൾസ് ഉണ്ട്, ട്യൂബ്യൂൾസ് ഉണ്ട്, ലാമെല്ലെ. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. അപ്പം വെസൈക്കിൾസ് എന്താണ്, ട്യൂബ്യൂൾസ് എന്താണ്, ലാമെല്ലെ എന്താണെന്ന് മനസ്സിലാവും. ഇനി റൈബോസോംസ് ഉണ്ട് അല്ലേ. സ്മോൾ മെംബ്രെയിൻലെസ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ് റൈബോസോംസ്. ഇറ്റ് ഈസ് ഓഫ് 2 types, ഫ്രീ റൈബോസോംസ് ആൻഡ് ഫിക്സ്ഡ് റൈബോസോംസ്. അതായത് 2 ടൈപ്പ് റൈബോസോംസ് ഉണ്ട്, ഫ്രീ റൈബോസോംസും ഫിക്സ്ഡ് റൈബോസോംസും. സാധാരണയായിട്ട് ഇതിപ്പോൾ ഒരു mRNA ആണെന്ന് കരുതുക, ഇത് RNA ആണെന്ന് കരുതുക. ഈ RNAയുമായി അറ്റാച്ച് ചെയ്തിട്ടാണ് ആരുണ്ടാവുക? സാധാരണയായിട്ട് ബാക്ടീരിയൽ സെല്ലിൻ്റെ കേസിൽ റൈബോസോംസ് ഉണ്ടാവുക. അപ്പോൾ ഈ mRNAയും അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള റൈബോസോംസും അതിനെ നമ്മൾ ഒരുമിച്ച് എന്താണ് വിളിക്കുക? പോളിസോംസ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ പോളി റൈബോസോംസ് എന്നാണ് വിളിക്കുക. പോളിസോംസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക.
Ribosomes generally occur in groups called polyribosomes or polysomes. 4 to 8 ribosomes attached at a single strand of mRNA. mRNA സ്ട്രാൻഡുമായിട്ട് ഇതൊരു mRNA സ്ട്രാൻഡാണ്. ഈ mRNA സ്ട്രാൻഡുമായിട്ട് 4 മുതൽ 8 വരെ റൈബോസോംസ് അറ്റാച്ച് ചെയ്തിട്ട് ഒരുമിച്ച് കാണപ്പെടുന്നതിനാണ് പോളിസോംസ് അല്ലെങ്കിൽ പോളി റൈബോസോംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്രോമറ്റോഫോർസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. കളർ ഇമ്പാർട്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫൗണ്ട് ഇൻ ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ഫോട്ടോ ഓട്ടോട്രോഫിക് ആണെങ്കിൽ അതിൽ ഗ്രീൻ കളർ ഉണ്ടാവും അല്ലേ, ആ കളർ കൊടുക്കുന്ന ബോഡീസിനെ. ഇൻ ഗ്രീൻ ബാക്ടീരിയ ദേ ആർ ആൾസോ കാൾഡ് ക്ലോറോസോംസ്. ക്രോമറ്റോഫോർസിനെ ക്ലോറോസോംസ് എന്ന് പറയും, ഗ്രീൻ ആയതുകൊണ്ട് ക്ലോറോസോംസ് എന്ന് പറയും. ക്ലോറോസോംസ് കണ്ടെയ്ൻ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് കാൾഡ് ബാക്ടീരിയോ ക്ലോറോഫിൽ, ബാക്ടീരിയോ ഫിയോഫൈറ്റിൻ ആൻഡ് കാരോട്ടിനോയിഡ്സ്. അപ്പോൾ ക്രോമറ്റോഫോർസ് എന്ന് പറയുന്നത് കളർ ഇമ്പാർട്ട് ചെയ്യുന്നതാണ്. അത് ഫോട്ടോ ഓട്ടോട്രോഫിക് ബാക്ടീരിയൻ്റെ കേസിലാണെങ്കിൽ ക്ലോറോസോംസ് ആണ് ഉണ്ടാവുക. ക്ലോറോസോംസിൽ ആരൊക്കെ ഉണ്ടാവും? ബാക്ടീരിയോ ക്ലോറോഫിലും അതുപോലെ കരോട്ടിനോയിഡ്സും അതുപോലെ ബാക്ടീരിയോ ഫിയോഫൈറ്റിനും കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇനി ബാക്ടീരിയയുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫ്ലജെല്ല. ഫ്ലജെല്ല നമുക്ക് പരിചയമുണ്ട് അല്ലേ. ഫ്ലജെല്ല എന്ന് പറയുന്നത് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഫ്ലജെല്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലജെല്ലം എന്നാണ് അതിൻ്റെ സിംഗുലർ അല്ലേ, ഫ്ലജെല്ലം എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നു. ബേസൽ ബോഡി, ഹുക്ക് ആൻഡ് ഫിലമെൻറ്റ്, ഇങ്ങനെ 3 പാർട്ടാണുള്ളത്. ഈ പാർട്ടാണ് നമ്മൾ ബേസൽ ബോഡി എന്ന് പറയുന്നത്. ഇതാണ് ഹുക്ക്, അതുപോലെ ഇതാണ് എന്ത്, ഫിലമെൻറ്റ് അല്ലേ. ഇങ്ങനെ 3 പാർട്ടാണ് നമ്മുടെ ബാക്ടീരിയയുടെ ഫ്ലജെല്ലത്തിന് ഉള്ളത്. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ വളരെ വൈഡായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ബാക്ടീരിയ സെല്ലിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ ഓർഗനൽസും അല്ലെങ്കിൽ അതിൻ്റെ ബാക്ടീരിയ സെല്ലിൻ്റെ കമ്പോണൻസ് പറഞ്ഞ് പോകുന്നു എന്ന് മാത്രം. ഇനി ഫ്ലജെല്ല കഴിഞ്ഞിട്ട് പിന്നെ ആരാണുള്ളത്? പിലി ആൻഡ് ഫിംബ്രിയ. ഫ്ലജെല്ലയെ പോലെ തന്നെയാണ്, ബട്ട് എന്താണ്, ഫ്ലജെല്ലയെ പോലെ പുറത്തേക്കുള്ള ഔട്ട് ഗ്രോത്ത്സ് തന്നെയാണ്, ബട്ട് സ്മോൾ ആണ് അല്ലേ. ട്യൂബുലാർ ഔട്ട് ഗ്രോത്ത്സ്, ഇതിനാണ് പിലി ആൻഡ് ഫിംബ്രിയ എന്നൊക്കെ പറയുന്നത്. പിലി, ഇതാണ് പിലി അല്ലേ, ഇതാണ് പിലി. നമ്മൾ ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്ന റീപ്രൊഡക്ഷൻ്റെ ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട്. അവിടെ പാരൻസ്, അതായത് നെഗറ്റീവ് ബാക്ടീരിയ അല്ലെങ്കിൽ പോസിറ്റീവ് ബാക്ടീരിയ തമ്മിൽ അല്ലെങ്കിൽ പാരൻ്റൽ ബാക്ടീരിയാസ് തമ്മിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ഈ പിലി എന്ന് പറയുന്ന സ്ട്രക്ചറിലൂടെയാണ്. പിലി ഈസ് ഹെൽപ്ഫുൾ ഇൻ ട്രാൻസ്ഫർ ഓഫ് എഫ് പ്ലസ്, അതായത് ഫെർട്ടിലിറ്റി ഫാക്ടർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പിലി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പിലിയുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഫിംബ്രിയ ഹെൽപ്സ് ഇൻ അറ്റാച്ചിങ് ബാക്ടീരിയ വിത്ത് എ സോളിഡ് സർഫസ്. ഈ ചെറിയ ഔട്ട് ഗ്രോസിനാണ് നമ്മൾ ഫിംബ്രിയ എന്ന് പറയാം അല്ലേ. ഫിംബ്രിയ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എവിടെയെങ്കിലും ബാക്ടീരിയക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കണമെങ്കിൽ ഫിംബ്രിയ ഉപയോഗിച്ചിട്ടാണ് ബാക്ടീരിയ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഫ്ലജെല്ലം മൂവ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഫ്ലജെല്ലത്തിന് ബേസൽ ബോഡി ഉണ്ട്, ഹുക്ക് ഉണ്ട്, അതുപോലെ ഫിലമെൻ്റ് ഉണ്ട് അല്ലേ. പിന്നീട് ആരാണുള്ളത്? പിലി ഉണ്ട്. പിലിക്ക് കോൺജുഗേഷനിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിലി സഹായിക്കുന്നത് അല്ലേ. അതുപോലെ ഫിംബ്രിയയാണ് സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയുമാണ് ബാക്ടീരിയൽ കമ്പോണൻസ് പ്രധാനമായിട്ടും ഉള്ളത് അല്ലേ. അപ്പോൾ ബാക്ടീരിയൽ സെല്ല്, നമ്മൾ ആദ്യം കണ്ട ബാക്ടീരിയൽ സെല്ല് നമുക്കൊന്നുകൂടി പോയി നോക്കാം അല്ലേ. ബാക്ടീരിയൽ സെല്ലിൽ ആരൊക്കെയാണുള്ളത്? ഇവിടെ നമുക്ക് കാണാം ഫിംബ്രിയ അല്ലേ. ഫിംബ്രിയെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു നമ്മൾ പറഞ്ഞു. ദെൻ സൈറ്റോപ്ലാസം ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, ന്യൂക്ലിയോയിഡ്, ഇതാണ് സെൻറ്ററിലുള്ള ന്യൂക്ലിയോയിഡ്, ഇതാണ് മെയിൻ ജനറ്റിക് മെറ്റീരിയൽ അല്ലേ. ഈ വയലറ്റ് കളറിൽ കാണപ്പെടുന്ന ഈ ഒരു സംഭവമാണ് എന്ത്, മെയിൻ ജനറ്റിക് മെറ്റീരിയൽ. ഇനി എക്സ്ട്രാ DNA എന്ന് പറഞ്ഞ അതാണ് ഇത് അല്ലേ, പ്ലാസ്മിഡ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഫ്ലജെല്ലമാണിത് അല്ലേ, ഇങ്ങനെ ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഇതാണ് ഫ്ലജെല്ലം. ദെൻ പൈലസ് അല്ലേ, പിലി എന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സിംഗുലർ ഫോമാണ് പൈലസ്. എന്തിനാണ് ഫങ്ഷൻ, എന്താണ് പൈലസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ഫെർട്ടിലിറ്റി ഫാക്ടർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. കോൺജുഗേഷൻ സമയത്ത് F+ ഫാക്ടർ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഫാക്ടർ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ അല്ലേ. പിന്നെ ക്യാപ്സ്യൂൾ ഉണ്ട്, സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. ഇനി മീസോസോംസും ഉണ്ട് അല്ലേ. മീസോസോംസ് ഇതിൽ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, മീസോസോംസ് ഇല്ല അല്ലേ. മീസോസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവേർഡ് ഫോൾഡിങ്ങിനെയാണ്
പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവേർഡ് ഈ രൂപത്തിലാണ് ഉണ്ടാവുക. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻവേർഡ് ഫോൾഡിങ്ങിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മീസോസോമും എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് ബാക്ടീരിയൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. നമുക്ക് ബാക്ടീരിയൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിന് നമ്മൾ കോക്കസ് എന്നാണ് പറയുക. കോക്കസ് എന്ന് പറയും. ഇതാണ് കോക്കസ് ബാക്ടീരിയ അല്ലേ, സ്ഫെറിക്കൽ ഷേപ്പിലുള്ളത്. ദെൻ ഇതെന്താണ്? റോഡ് ലൈക്ക് ബാക്ടീരിയ അല്ലേ, ആർ ഇലോങ്ങേറ്റഡ് ആൻഡ് റോഡ് ലൈക്ക്. അതിനെ നമ്മൾ ബാസിലസ് എന്നാണ് പറയുക. അപ്പോൾ കോക്കസ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കലാണ്, ബാസിലസ് എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡാണ്. ബി ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ സ്പൈറൽ ഷേപ്പ്ഡ് ആണെങ്കിൽ സ്പൈറിലം എന്നാണ് പറയുക. സ്പൈറിലം അല്ലേ, സ്പൈറിലം ഇതാണ്. ബാസിലസ് ഉണ്ട്, അതുപോലെ ആരാണുള്ളത്? കോക്കസ് ഉണ്ട് അല്ലേ. ഇനി ഇതെന്താണ്? വിബ്രിയോ ആണ് അല്ലേ. വിബ്രിയോ കോമ ഷേപ്പ്ഡ് ബാക്ടീരിയനാണ് വിബ്രിയോ ബാക്ടീരിയ എന്ന് പറയാം. ഓരോന്നിനും എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിപ്ലോകോക്കസ് ന്യൂമോണിയ, ലാക്ടോബാസിലസ്, കാമ്പൈലോബാക്ടർ സ്പീഷീസ്, വിബ്രിയോ കോളറെ. ഇങ്ങനെ ബാക്ടീരിയൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് കോക്കസ്, ബാസിലസ്, അതുപോലെ സ്പൈറൽ അല്ലെങ്കിൽ സ്പൈറിലം, വിബ്രിയോ, ഇങ്ങനെ 4 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോക്കസ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കലാണ്, റോഡ് ലൈക്ക് ആണെങ്കിൽ അതിനെ ബാസിലസ് എന്നാണ് പറയുന്നത്. സ്പൈറൽ ഷേപ്പ്ഡ് ആണെങ്കിൽ സ്പൈറിലം എന്നും, കോമ ഷേപ്പ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ വിബ്രിയോ എന്നുമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇനി ഫ്ലജല്ലത്തിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ ആ ഫ്ലജല്ലം ബാക്ടീരിയയിലുള്ള ഫ്ലജല്ലം, ബാക്ടീരിയ സെല്ലിലുള്ള ഫ്ലജല്ലം എവിടെയൊക്കെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നതിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എ ട്രിക്കസ് എന്ന് പറഞ്ഞാൽ നോ ഫ്ലജല്ല, ഫ്ലജല്ല ഇല്ലാത്ത, തീരെ ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയ, ഫ്ലജല്ല ആബ്സെൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിനാണ് നമ്മൾ എ ട്രിക്കസ് എന്ന് പറയുന്നത്. മോണോട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്ലജല്ലമുള്ളത്, ഒരു ഫ്ലജല്ലമുള്ളതാണ് മോണോട്രിക്കസ്. ഞാനിവിടെ വരക്കാം, സെല്ല് വരക്കാം. ഇത് നോ ഫ്ലജല്ല അല്ലേ, നോ ഫ്ലജല്ല. ഇതിനാണ് എ ട്രിക്കസ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ട്രിക്കസ് എന്ന് പറയുന്നത്. എ ട്രിക്കസ്. ഇനി ഒറ്റ ഫ്ലജല്ലമുള്ളതാണെങ്കിൽ മോണോട്രിക്കസ് അല്ലേ. ഇനി ആംഫിട്രിക്കസ് എന്ന് പറഞ്ഞാൽ 1 at each സൈഡ്, ടോട്ടൽ 2 ഫ്ലജല്ല. അതായത് 2 സൈഡിലും ഒരു ഫ്ലജല്ലമുണ്ട്, 2 സൈഡിലും ഒരു ഫ്ലജല്ലമുണ്ട്, ടോട്ടൽ 2 ഫ്ലജല്ലമാണുള്ളത്. അതിനാണ് ആംഫിട്രിക്കസ് എന്ന് പറയുന്നത്. ആംഫിട്രിക്കസ്. ലോഫോട്രിക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം എന്തുണ്ട്? ഒരുപാട് ഫ്ലജല്ല ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനെയാണ് പറയാം അല്ലേ. ഒരുപാട് ഫ്ലജല്ലം ഒരു ഭാഗത്തുണ്ട്. അതിനെ നമ്മൾ ലോഫോട്രിക്കസ് എന്നാണ് പറയാം. എന്താ പറയുക? ലോഫോട്രിക്കസ്. ഇനി 2 tufts or groups of flagella at each end, 2 എൻഡിലും എന്തുണ്ട്? ടഫ്റ്റോ ഫ്ലജല്ല ഉണ്ട്. അതിനെയാണ് നമ്മൾ സെഫലോട്രിക്കസ് എന്ന് പറയാം. എന്താ പറയുക? സെഫലോട്രിക്കസ്. ഇനി പെരിട്രിക്കസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും എന്തുണ്ട്? ഫ്ലജല്ല ഉണ്ട് അല്ലേ. ഫ്ലജല്ല ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി പെരിമീറ്റർ ഓഫ് ദി സെൽ. എല്ലാ ഭാഗത്തും ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനാണ് പെരിട്രിക്കസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്നാമത്തത് നോ ഫ്ലജല്ല, എ ട്രിക്കസ് അല്ലേ, ഒരു ഫ്ലജല്ലയും ഇല്ല, ഫ്ലജല്ല ആബ്സെൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ സെല്ലിനാണ് നമ്മൾ എ ട്രിക്കസ് ബാക്ടീരിയ എന്ന് പറയാം. രണ്ടാമത്തേത് മോണോട്രിക്കസ്, ഒറ്റ ഫ്ലജല്ല മാത്രമേ ഉള്ളൂ. ഇനി 2 ഫ്ലജല്ലം ഉണ്ട്, അതന്നെ ഓരോ ഭാഗത്തും ഓരോന്നാണുള്ളത്. അത് നമ്മൾ ആംഫിട്രിക്കസ് എന്ന് വിളിച്ചു അല്ലേ. പിന്നെ ഒരു ഭാഗത്ത് കുറേ ഫ്ലജല്ല ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല ഉണ്ട്, ടഫ്റ്റോ ഫ്ലജല്ല ഉണ്ട്, അത് ഒരു ഭാഗത്ത് മാത്രമാണുള്ളതെങ്കിൽ അതിനെ ലോഫോട്രിക്കസ് എന്നും, 2 ഭാഗത്തും ഗ്രൂപ്പ് ഓഫ് ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ സെഫലോട്രിക്കസ് എന്നും, എല്ലാ ഭാഗത്തും ബാക്ടീരിയൽ സെല്ലിൻ്റെ എല്ലാ ഭാഗത്തും ഫ്ലജല്ല ഉണ്ടെങ്കിൽ അതിനെ പെരിട്രിക്കസ് ബാക്ടീരിയൽ സെൽ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ബാക്ടീരിയയുടെ ഫ്ലജല്ലത്തിൻ്റെ എണ്ണത്തിനെയും അതുപോലെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയും ബേസ് ചെയ്തിട്ട് ബാക്ടീരിയയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ടീരിയൽ സെല്ല് ഡിസ്കസ് ചെയ്തു. ബാക്ടീരിയൽ സെല്ലിൽ നമ്മൾ ആദ്യമായിട്ട് ഗ്ലൈക്കോകാലിക്സ് കണ്ടു അല്ലേ. ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഗ്ലൈക്കോകാലിക്സ്. അത് ലൂസ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് സ്ലൈം ലെയർ എന്നും, ടഫ് ആയിട്ടുള്ളതാണെങ്കിൽ ക്യാപ്സ്യൂൾ എന്നും പറയുമെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം വരുന്നത് എന്താണ്? സെൽ വാളാണ് അല്ലേ. സെൽ വാൾ കഴിഞ്ഞിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഉള്ളിൽ ന്യൂക്ലിയോയിഡ് ഉണ്ട്, എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്മിഡ് ഉണ്ട്. അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിനെ അല്ലെങ്കിൽ ഇൻവേർഡ് ഫോൾഡിങ്സിനെ
നമ്മൾ മീസോസോംസ് എന്ന് പറഞ്ഞു, റെസ്പിറേഷനിൽ സഹായിക്കുന്നത് അതാണെന്നും പറഞ്ഞു അല്ലേ. പ്ലാസ്മ മെംബ്രെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെന്നും നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ പിന്നീട് ഉള്ളതാരാണ്, ഫ്ലജെല്ല ഉണ്ട്, അതുപോലെ ഫിംബ്രിയ ഉണ്ട്, പിലി ഉണ്ട് അല്ലേ. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാ ബാക്ടീരിയൽ കമ്പോണൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞത് ബാക്ടീരിയൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ബാസിലസ് എന്നും കോക്കസ് എന്നും സ്പൈറലം എന്നും വിബ്രിയോ എന്നും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ ഫ്ലജെല്ലയുടെ നമ്പറിനെയും അതുപോലെ ഡിസ്ട്രിബ്യൂഷനെയും ബേസ് ചെയ്തിട്ട് എട്രിക്കസ്, മോണോട്രിക്കസ്, ആംഫിട്രിക്കസ്, അതുപോലെ സെഫലോ, ലോഫോ, പെരിട്രിക്കസ് ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ബാക്ടീരിയയിലെ ഫ്ലജെല്ലത്തിൻ്റെ നമ്പറിനെയും അതുപോലെ പൊസിഷനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്ടീരിയത്തിനെ ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം മൊണീറയിലെ തന്നെ മറ്റു മെമ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.